ലോകം മാറുന്നത് അനുസരിച്ച് ഈ കേരളത്തിൽ മാറ്റമുണ്ടാകും. അതാണ് UDFന്റെ വാക്ക്. വെറുതെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളല്ല. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച്, പാരിസ്ഥിതികമായ കാര്യങ്ങൾ പരിശോധിച്ച്, സാമ്പത്തികമായ കാര്യങ്ങൾ പരിശോധിച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റ് പ്രോജക്റ്റുകളാണ് ജനങ്ങളുടെ മുന്നിൽ വരുന്നത്. സ്വപ്ന പദ്ധതികൾ. സ്വല്പ സസ്പെൻസിലിരിക്കട്ടെ. PD സതീശൻ സാറിന്റെ ഇത്രയും വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ആകെ രോമാഞ്ചം വന്നുപോയി കേട്ടോ. ലോകം മാറുന്നതിനനുസരിച്ചിട്ട് കേരളം UDF അധികാരത്തിൽ വന്നാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സ്വപ്ന പദ്ധതികളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഒരല്പം സസ്പെൻസാണ്. അതെന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. എല്ലാം നിയമപരമായി പഠിച്ച്, സാമ്പത്തികമായി പഠിച്ച് UDF കാണിക്കുന്ന ആ മാജിക് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് സതീശൻ സാറ് പറയാൻ പോകുന്നത്. ഇനി ബാക്കി കൂടെ അദ്ദേഹം പറയുന്നതെന്ന് കേട്ടു നോക്കാം. 30 ദിവസമുണ്ട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന പദ്ധതികൾ ഞാൻ പറയുന്നു. ഉറപ്പായി കേവലം 30 ദിവസം കൊണ്ട് ആ അത്ഭുത വിദ്യ ഈ സതീശൻ സാറ് കാണിക്കും. അപ്പൊ നമുക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ UDF അധികാരത്തിലിരുന്ന സമയം, ഉമ്മൻചാണ്ടി സാർ അധികാരത്തിലിരുന്ന കാലത്ത് ഇവിടെ ആ മഹാത്ഭുതങ്ങൾ നടന്നിരുന്നു. നമുക്ക് ഓർമ്മയില്ലേ? നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടുത്തെ ദേശീയപാതാ വികസനമൊന്നും വയ്യെന്നും പറഞ്ഞ് അവസാനിപ്പിച്ച് ആഫീസും പൂട്ടിപ്പോയൊരു സുവർണകാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഗെയിൽ പൈപ്പ് ലൈൻ അത് ഇനി ഇവിടെ നടക്കില്ല എന്നും പറഞ്ഞ് അവരും സ്ഥലം വിട്ട കാര്യം. പിന്നെയോ ആ എടമൺ ഒരു ഹൈ പവർ ടെൻഷൻ കരണ്ട് എന്നേക്കുമായി നമുക്ക് കിട്ടുന്നൊരു പദ്ധതി, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞൊരു സുവർണ കാലഘട്ടം. അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവില്ലേ? അങ്ങനെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇനി തിരിച്ചു പോകേണ്ടതുണ്ട് എന്നാണ് സതീശൻ സാർ പറയുന്നത്. അങ്ങനെ ലോകം മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റണം. അതാണ് നമ്മുടെ സതീശൻ സാർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, ഭാവി കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യട്ടെ. അവരാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ സതീശൻ സാറിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആകാംക്ഷ കണ്ടില്ലേ? ആ പഴയ കാലം ഒന്ന് ഓർത്തു നോക്കൂ. 2014 കാലഘട്ടം. ആ സമയത്ത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ ഒന്നൊന്നായി അടച്ചുപൂട്ടിയിരുന്ന ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലം നമുക്ക് വീണ്ടെടുക്കേണ്ടതില്ലേ? അത്തരം ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് നമുക്ക് UDF ഭരണത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതില്ലേ എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും നമ്മുടെ കേരളത്തെ പറ്റി കുറെ കൂടെ നല്ല സ്വപ്ന പദ്ധതികൾ ഉണ്ടാവും. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ആ കുഞ്ഞുങ്ങളാണ് നമുക്ക് പ്രിയപ്പെട്ടവർ. അവരുടെ കേരളം ഈ കേരളമായിരിക്കില്ല. അവരുടെ കേരളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കൊച്ചുമക്കളുടെ കേരളം, അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു കേരളമാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ടുള്ള വേവലാതിയും ആദിയും നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പം നമ്മൾ കേട്ടല്ലോ. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കണം. അതിന് നമുക്ക് പഴയ UDFന്റെ ആ പഴയ സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ആയിക്കോട്ടെ, ഇനിയും കേരളത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കൂടുതൽ സ്വപ്ന പദ്ധതികളെ പറ്റി ഒന്ന് കേട്ടു നോക്കാം. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കണം. റബ്ബറിന് വില കൂട്ടിക്കൊടുത്തില്ല. കാർഷിക മേഖല മുഴുവൻ തകർന്നു. ആരോഗ്യ മേഖലയെ, വിദ്യാഭ്യാസ മേഖലയെ, കാർഷിക മേഖലയെല്ലാം രക്ഷിക്കാൻ, ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വ്യവസായ മേഖലയെ, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ എല്ലാം മാറ്റിയെഴുതാൻ, കേരളത്തിന്റെ കഥ തന്നെ മാറ്റിയെഴുതാൻ ആണ് UDF വരുന്നത്. നല്ല തയ്യാറെടുപ്പോടുകൂടി, മികച്ച ആത്മവിശ്വാസത്തോടുകൂടി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം അഭിമാനമായ മലയാളികളായ ആളുകളുടെ, വൈദഗ്ധ്യമുള്ളവരുടെ പിന്തുണയോടുകൂടി ഉള്ള പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവ് അവസാനം പറഞ്ഞ ആ വാചകത്തിനോട് നമുക്ക് യോജിച്ചേ പറ്റൂ. വലിയ കേരളത്തിന് ഗുണം കിട്ടുന്ന പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് മുഖവിലക്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഓരോരുത്തരുടെയും ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. ഇവരെന്താണ് മുമ്പ് ചെയ്തത് എന്ന് നമുക്കറിയാം. UDF 10 കൊല്ലം മുമ്പ് ഭരണത്തിലിരുന്നപ്പോൾ ക്ഷേമ പെൻഷൻ എത്രയാണ് കൊടുത്തിരുന്നത്? 600 രൂപ. അതിപ്പോൾ 2000 രൂപയാക്കി കൊടുത്തത് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF ആണെന്ന് ഈ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് അങ്ങ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ വികസനം നടത്തിയത്
ആരാണ്? ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതാരാണ്? ആ എടമൺ ഹൈ പവർ ടെൻഷൻ ലൈന് വലിച്ചതാരാണ്? 10 വർഷമായി ഇവിടെ പവർ കട്ടേയില്ല. അങ്ങനെ പവർ കട്ടുള്ള ഒരു സംസ്ഥാനമാക്കി വീണ്ടും കേരളത്തെ മാറ്റുമെന്നാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത് എന്ന് അറിയില്ല. പൊതുവിദ്യാലയങ്ങളൊക്കെ അടച്ചുപൂട്ടിയിരുന്നത് വീണ്ടും റിപ്പയർ ചെയ്ത് സ്മാർട്ട് ക്ലാസ് ആക്കി വലിയ ബിൽഡിങ്ങുകളാക്കി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വി.ഡി. സതീശൻ എന്താ പറഞ്ഞത്? പണത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇദ്ദേഹത്തിന് പണം എവിടുന്നാ കിട്ടുക? കിഫ്ബിയെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും എതിർക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ഇനിയുള്ള കാലത്തും കിട്ടാൻ പോകുന്നില്ല. കിഫ്ബി അടച്ചു പൂട്ടും ചെയ്യും. പിന്നെ എവിടുന്ന് ഫണ്ട് ഉണ്ടാക്കാനാണ് UDF? അപ്പം കിഫ്ബിയെ എതിർക്കുന്നു, വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം നടക്കണമെങ്കിൽ സ്വപ്നത്തിൽ മാത്രം നടക്കുന്നതാണെങ്കിൽ സ്വപ്ന പദ്ധതികളായിട്ട് അവശേഷിക്കുമെന്ന് UDF നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഒരു വലിയ നമസ്കാരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ പറയുക എന്നല്ലാതെ മറ്റ് നിവൃത്തികളില്ല. എല്ലാം ഈ കേരളത്തിലെ ജനം തീരുമാനിക്കട്ടെ. അവരുടെ അനുഭവങ്ങളാണ് അവരുടെ ഗുരു. 10 വർഷം മുമ്പുള്ള കേരളവും 10 വർഷമായി കാണുന്ന കേരളവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിന് വളരെ വ്യക്തമായിട്ട് അത് വിലയിരുത്താൻ അറിയാം. അതനുസരിച്ചുള്ള ഒരു ഭരണകൂടത്തെ വീണ്ടും 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കാനും അറിയാം. അങ്ങനെ നടക്കട്ടെ, ജനാധിപത്യം പൂത്തുലയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.